നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും എല്ല് പൊട്ടിയാൽ അത് ചികിത്സിച്ച് ഭേദമാകാൻ ദിവസങ്ങളോ ആഴ്ചകളോ എടുക്കാറുണ്ട്. ചിലപ്പോൾ അത് മാസങ്ങളും എടുക്കാറുണ്ട്. ഈ സമയങ്ങളിൽ നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ പോലും ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. എന്നാൽ ഇനി അതിൻ്റെയൊന്നും ആവശ്യം വരില്ല. കാരണം എല്ലുകളിലെ പൊട്ടൽ ഒട്ടിച്ചു ചേർക്കാൻ കഴിയുന്ന വിപ്ലവകരമായ ഒരു മെഡിക്കൽ ബോൺ ഗ്ലൂ അഥവാ പശ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് ചൈനീസ് ഗവേഷകർ. വെറും 3 മിനിറ്റിനുള്ളിൽ പൊട്ടൽ ഒട്ടിച്ചു ചേർക്കാൻ കഴിയുന്ന ഗ്ലൂ കിഴക്കൻ ചൈനയിലെ ഷെജിയാങ് പ്രവിശ്യയിലെ ഒരു ഗവേഷക സംഘമാണ് വികസിപ്പിച്ചെടുത്തത്. ഇത്തരത്തിലുള്ള ഒരു ബോൺ ഗ്ലൂ വികസിപ്പിക്കാൻ ഗവേഷകർ വളരെ കാലമായി ശ്രമം നടത്തുന്നുണ്ടായിരുന്നു. ബോൺ 02 എന്നാണ് ഈ ഗ്ലൂവിന് പേര് നൽകിയിരിക്കുന്നത്. ഒരു പാലത്തിന്റെ വെള്ളത്തിനടിയിലുള്ള ഭാഗത്ത് മുത്തുശിപ്പികൾ ശക്തമായി ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് നിരീക്ഷിച്ചതിൽ നിന്നാണ് ഈ ഉൽപ്പന്നം വികസിപ്പിക്കാനുള്ള പ്രചോദനം ലഭിച്ചതെന്നാണ് ഗവേഷകരുടെ ഹെഡും സർ റൺറൺ ഷാ ഹോസ്പിറ്റലിലെ അസോസിയേറ്റ് ചീഫ് ഓർത്തോപീഡിക് സർജനുമായ ലിൻ സിയാങ് ഫെങ് പറയുന്നത്. രക്തം വാർന്ന സാഹചര്യങ്ങളിലാണെങ്കിൽ പോലും 2-3 മിനിറ്റിനുള്ളിൽ കൃത്യമായി എല്ലുകളെ ഉറപ്പിക്കാൻ ഈ പശയ്ക്ക് കഴിയും. എല്ലിന്റെ പൊട്ടൽ ഭേദമാകുന്നതിനനുസരിച്ച് ഈ പശ സ്വാഭാവികമായി ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയാണ് ചെയ്യുക. ഈ ഇംപ്ലാന്റുകൾ നീക്കം ചെയ്യാൻ മറ്റൊരു ശസ്ത്രക്രിയയുടെ ആവശ്യവുമില്ല. മാത്രമല്ല സുരക്ഷ, ഫലപ്രാപ്തി എന്നിവയുടെ കാര്യത്തിൽ ബോൺ 02 മികച്ച പ്രകടനം കാഴ്ചവെച്ചതായി പരിശോധനകളിലൂടെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. പരീക്ഷണാടിസ്ഥാനത്തിൽ 180 സെക്കൻഡിൽ താഴെ, അതായത് 3 മിനിറ്റിനുള്ളിൽ ഈ പ്രക്രിയ പൂർത്തിയായി. പരമ്പരാഗത ചികിത്സാ രീതികളിൽ സ്റ്റീൽ പ്ലേറ്റുകളും സ്ക്രൂകളും ഘടിപ്പിക്കുന്നതിന് വലിയ മുറിവ് അവശേഷിപ്പിക്കാറുണ്ട്. എന്നാൽ ഇനി അതിന്റെയൊന്നും ആവശ്യമില്ല എന്നാണ് ഈ ഗവേഷകർ പറയുന്നത്. ഇതുവരെ 150ലധികം രോഗികളിൽ ബോൺ ഗ്ലൂ വിജയകരമായി പരീക്ഷിച്ചു കഴിഞ്ഞു. ഈ ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ച എല്ലുകൾ ശരീരത്തിൽ ശക്തമായി തന്നെയാണ് നിലനിന്നത്. അതിനാൽ പരമ്പരാഗത ലോഹ ഇംപ്ലാന്റുകൾക്ക് പകരമാകാൻ ഈ ബോൺ 02ന് കഴിയുമെന്നാണ് പറയുന്നത്. മറ്റൊരു കാര്യം, ഇത് ശരീരത്തിന്റെ പ്രതിപ്രവർത്തനങ്ങളും അണുബാധയും പോലുള്ള അപകട സാധ്യതകൾ കുറയ്ക്കുമെന്ന ശാസ്ത്രജ്ഞരുടെ വാക്കുകളാണ്. നിലവിൽ പൊട്ടലുകൾ ഭേദമാകാൻ നിരവധി ബോൺ സിമെന്റുകളും ബോൺ വോയിഡ് ഫില്ലറുകളും വിപണിയിൽ ലഭ്യമാണ്. എന്നാൽ അവയ്ക്ക് ഒട്ടിക്കാനുള്ള കഴിവുണ്ടെന്ന് അവകാശപ്പെടുന്നില്ല. 1940കളിലാണ് ആദ്യത്തെ ബോൺ പശകൾ വികസിപ്പിച്ചത്. ജെലാറ്റിൻ, എപ്പോക്സി റെസിനുകൾ, അക്രിലേറ്റുകൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു അവ. എങ്കിലും ഫലപ്രദമായ ചികിത്സയ്ക്ക് അനുയോജ്യമല്ലെന്ന് ബോധ്യമായതോടെ ഇതെല്ലാം ഉപേക്ഷിക്കുകയായിരുന്നു.